The Royal Swedish Academy of Sciences has today decided to award Sveriges Riksbank Prize in Economic Sciences in memory of Alfred Nobel for 2025 to Joël Moncur, Northwestern University, USA, Philippe Aghion, Collège de France and INSEAD, France, and London School of Economics, UK, and Peter Howard, Brown University, USA, for having explained innovation-driven economic growth. എന്തുകൊണ്ട് വ്യാവസായിക വിപ്ലവം അഥവാ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ യൂറോപ്പിൽ തുടക്കം കുറിച്ചു, മറ്റിടങ്ങളിൽ ഉണ്ടായില്ല? എന്തുകൊണ്ട് ചില രാജ്യങ്ങൾ മാത്രം ശാസ്ത്ര സാങ്കേതികതയിൽ മുന്നോട്ട് നീങ്ങുന്നു, മറ്റുള്ള രാജ്യങ്ങൾ അഭിവൃദ്ധിപ്പെടാതിരിക്കുന്നു? എന്തുകൊണ്ട് അമേരിക്കയിലെ സിലിക്കൺ വാലിയും ചൈനയിലെ ഷെൻസണിലെ ഹാർഡ്വെയർ ഫാക്ടറികളും ഇന്ത്യയിലെ ബാംഗ്ലൂരിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവും ഇസ്രായേലിലെ ഇന്നോവേഷൻ ക്ലസ്റ്ററുകളും തുടർച്ചയായി നൂതനമായ കണ്ടെത്തലുകൾ കൊണ്ടുവരുമ്പോഴും മറ്റ് ഒട്ടനവധി രാജ്യങ്ങൾ ചെറിയ മാറ്റങ്ങളെപ്പോലും അതിജീവിക്കാത്തത്? ഇതെല്ലാം ക്യൂരിയോസിറ്റി തോന്നുന്ന ചോദ്യങ്ങൾ മാത്രമല്ല. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ എങ്ങനെയൊരു സമൂഹം വളരുന്നു, എന്തുകൊണ്ട് നൂതനമായ ആശയങ്ങൾ സംഭവിക്കുന്നു, സ്ഥായിയായ പുരോഗതിയെ നിലനിർത്തുന്നത് എന്താണ് തുടങ്ങിയവയെക്കുറിച്ചുള്ള മർമ്മപ്രധാന ചോദ്യങ്ങളുമാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യതയാർന്ന മറുപടി നൽകിയതിനാണ് 2025 എക്കണോമിക് സയൻസസിനുള്ള നോബൽ പ്രൈസ് ജോയൽ മൊക്കൈർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ് എന്നിവർക്ക് നൽകിയത്. നോബൽ സമ്മാനത്തെക്കുറിച്ചുള്ള ചെറിയൊരു ചരിത്രം കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. തൻ്റെ വിൽപത്രത്തിൽ ആൽഫ്രഡ് നോബൽ 5 നോബൽ സമ്മാനങ്ങളെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ ഓർ ഫിസിയോളജി, ലിറ്ററേച്ചർ, പീസ് എന്നിവയായിരുന്നു അത്. എക്കണോമിക്സ് ഇതിലുണ്ടായിരുന്നില്ല. 1968 സ്വീഡനിലെ സെൻട്രൽ ബാങ്കായ സ്വെർജീസ് റിക്സ്ബാങ്ക് ബാങ്കിൻ്റെ 300ാം ആനിവേഴ്സറിയിൽ എക്കണോമിക്സിനെ ഒരു മോഡേൺ സയൻസായി കണക്കാക്കുകയും തുടർന്ന് നോബൽ സമ്മാനത്തോടൊപ്പം ഒരു പ്രൈസ് എക്കണോമിക് സയൻസിലെ നേട്ടങ്ങൾക്ക് നൽകുവാനായി നോബൽ ഫൗണ്ടേഷനിലേക്ക് ബാങ്ക് പണം ഡൊണേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എക്കണോമിക് സയൻസസിനുള്ള അവാർഡ് കൊടുക്കുന്നത് റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസസ് തന്നെയാണ്. മറ്റ് നോബൽ പ്രൈസുകളുടെ അതേ നിയമങ്ങളും അതേ ആചാരങ്ങളും അനുസരിച്ച് തന്നെയാണ് ഈ സമ്മാനവും കൊടുക്കുന്നത്. നോബൽ പോലെ തന്നെ കൊടുക്കുന്ന സ്വീഡിഷ് സെൻട്രൽ ബാങ്ക് ഫണ്ട് ചെയ്തിട്ടുള്ള ഈ സമ്മാനത്തിൻ്റെ പൂർണ്ണരൂപം ദ സ്വെർജീസ് റിക്സ്ബാങ്ക് പ്രൈസ് ഇൻ എക്കണോമിക് സയൻസസ് ഇൻ മെമ്മറി ഓഫ് ആൽഫ്രഡ് നോബൽ എന്നാണ്. മൊക്കൈർ, അഗിയോൺ, ഹോവിറ്റ് ഇവരുടെ പഠനങ്ങൾ മുന്നോട്ട് വെച്ചത് പ്രധാനമായും 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. 1. അറിവ് അഥവാ നോളജ്, നൂതനമായ ആശയങ്ങൾ അഥവാ ഇന്നൊവേഷൻസ്, സൃഷ്ടിപരമായ നാശം അഥവാ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. ഇത് 3ഉം എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ദീർഘകാലത്തോളം നിലനിർത്തുന്നത്? 2. എന്തുകൊണ്ടാണ് പരീക്ഷണങ്ങൾ നടത്തുവാനും പരാജയപ്പെടുവാനും അവയെ പുനർനിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു നാഗരികത അഥവാ സിവിലൈസേഷനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന യഥാർത്ഥ പ്രവർത്തന യന്ത്രമായി മാറുന്നത്? ഇപ്രാവശ്യത്തെ എക്കണോമിക് സയൻസ് പ്രൈസ് ലഭിച്ച കണ്ടെത്തലിനെക്കുറിച്ച് നമുക്ക് പൈറേറ്റ്സ് ലാബിൽ ഒന്ന് നോക്കാം. എക്കണോമിക് ഹിസ്റ്റോറിയനായ ജോയൽ മൊക്കൈറിൻ്റെ വിശദീകരണം ആരംഭിക്കുന്നത് എന്ത് തരത്തിലുള്ള സമൂഹമാണ് കണ്ടെത്തലുകളെയും നൂതനമായ ആശയങ്ങളെയും എല്ലാ കാലവും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിൽ നിന്നുമാണ്. ശാസ്ത്രീയ മുന്നേറ്റങ്ങളും അവയുടെ പ്രായോഗിക തലവും പരസ്പരം കൈകോർത്തു പോകുന്നതോടൊപ്പം തന്നെ സുസ്ഥിരമായ ഒരു സാമ്പത്തിക വളർച്ചയെ നിലനിർത്താൻ ആവശ്യമായ ഒരു സെൽഫ് ജനറേറ്റിംഗ് പ്രോസസ്സായി ഈ ശാസ്ത്രീയ മുന്നേറ്റവും അവയുടെ പ്രായോഗിക തലവും മാറേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ് അദ്ദേഹം വിശദീകരിച്ചത്. നിലവിലെ സാമൂഹിക താല്പര്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ ഒരു പ്രോസസ്സ് വളരെ ചലഞ്ചിങ് ആണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പുതിയ ആശയങ്ങളെയും അവ മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങളെയും അംഗീകരിക്കുന്ന സാമൂഹിക വ്യവസ്ഥയുടെ ആവശ്യകതയെക്കുറിച്ച് കൂടി മൊക്കൈർ പറയുന്നുണ്ട്. എന്തുകൊണ്ട് വ്യാവസായിക വിപ്ലവം അഥവാ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ യൂറോപ്പിൽ തുടക്കം കുറിച്ചു, മറ്റിടങ്ങളിൽ ഉണ്ടായില്ല എന്ന ചോദ്യത്തിനുള്ള മറുപടി ജോയൽ മൊക്കൈർ പറയുന്നത് റിപ്പബ്ലിക് ഓഫ് ലെറ്റേഴ്സ് എന്ന ഇൻ്റലക്ച്വൽ കമ്മ്യൂണിറ്റിയെ ആധാരമാക്കിയാണ്. റിപ്പബ്ലിക് ഓഫ് ലെറ്റേഴ്സ് എന്നത് ആധുനിക യൂറോപ്പിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പരസ്പരം സ്വതന്ത്രമായി ആശയങ്ങൾ കൈമാറിയിരുന്ന ചിന്തകരും ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും അടങ്ങിയ വലിയൊരു നെറ്റ്വർക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. സമ്പത്തും ഭൂപ്രകൃതിയും മാത്രമായിരുന്നില്ല ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ജന്മസ്ഥലമായി യൂറോപ്പിനെ മാറ്റിയത്. ശാസ്ത്രവും കരകൗശലവും തമ്മിലുള്ള തുറന്ന ആശയവിനിമയവും അതിനോടൊപ്പം സംവാദങ്ങളും നിലനിന്നിരുന്ന ഒരു സമൂഹമാണ് അന്ന് യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. ഉദാഹരണത്തിന് പ്രകാശത്തെക്കുറിച്ചും ആവിയെക്കുറിച്ചും ശാസ്ത്രജ്ഞർ പഠിക്കുന്നു. ഉടൻ തന്നെ ഈ തിയറികൾ ഉപയോഗിച്ച് എഞ്ചിനീയർമാർ യന്ത്രങ്ങളെയും നിർമ്മിച്ചു. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അറിവ് ചില പണ്ഡിത സംഘങ്ങളിൽ ഒതുങ്ങി നിന്നപ്പോൾ യൂറോപ്പ് ഇതെല്ലാം പരസ്പരം പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സയൻസ് വളർന്നപ്പോൾ അതോടൊപ്പം എഞ്ചിനീയറിംഗും വളർന്നു. തിരിച്ചും സിലിക്കൺ വാലിയിലെ ഇന്നോവേഷൻ എക്കോസിസ്റ്റത്തെ ഇതേ പ്രിൻസിപ്പിളിൻ്റെ മോഡേൺ എക്സാമ്പിളായിട്ട് കാണുന്നുണ്ട്. വ്യത്യസ്തമായ ശാസ്ത്രശാഖകളിലെ തുറന്ന സംഭാഷണങ്ങൾ, അവയിൽ നിന്നുണ്ടാകുന്ന നൂതനമായ അറിവിനെ മറ്റു മേഖലകളിലേക്ക് വളരെ വേഗത്തിൽ പങ്കുവെക്കുന്നത്
തുടർന്നുള്ള കണ്ടെത്തലുകൾ, അതോടൊപ്പം തന്നെ പരാജയങ്ങളെ അംഗീകരിച്ച് മുന്നേറാൻ മടിയില്ലാത്ത സ്ഥാപനങ്ങൾ. സാമ്പത്തിക വളർച്ചയെ അളക്കുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ GDP കണക്കൂട്ടിയാണ്. GDP എന്നാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു രാജ്യത്തിനകത്ത് നിർമ്മിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും ആകെ മൊത്തത്തിലുള്ള മണി വാല്യൂ ആണ്. പക്ഷേ GDPയിൽ വെറും പണം മാത്രമല്ല അടങ്ങിയിരിക്കുന്നത്. പുതിയ മരുന്നുകൾ, സുരക്ഷിതമായ വാഹനങ്ങൾ, നല്ല ഭക്ഷണം, കാര്യക്ഷമമായ ഉപകരണങ്ങൾ, വേഗതയേറിയ ഇൻ്റർനെറ്റ്, ആശയവിനിമയ സൗകര്യങ്ങൾ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കനുസരിച്ച് സാമ്പത്തിക വളർച്ച മികച്ചതാവുന്ന മാറ്റം ഇപ്പോൾ ഉണ്ടെങ്കിലും ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുൻപ് സ്ഥിതി നേരെ തിരിച്ചായിരുന്നു. 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ബ്രിട്ടനിലെയും സ്വീഡനിലെയും GDPയുടെ മാറ്റം ശ്രദ്ധിച്ചാൽ വ്യക്തമാവും. ആകെ മൊത്തത്തിൽ കാര്യമായ സാമ്പത്തിക വളർച്ചയൊന്നും ഈ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇതേ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നടന്നിട്ടുമുണ്ട്. ലോഹങ്ങൾ കൊണ്ടുള്ള കലപ്പ, വാട്ടർ മിൽ, വിൻഡ് മിൽ, ഇരുമ്പ്, ചെമ്പ്, കൽക്കരി ഖനനത്തിലുള്ള നൂതന ആശയങ്ങൾ, ഇരുമ്പയിരിൽ നിന്നും ഇരുമ്പിനെ വേർതിരിച്ചെടുക്കാൻ അയൺ സ്മെൽറ്റിംഗ് മെത്തേഡുകൾ, പ്രിൻറ്റിംഗ് പ്രസ്, ഫൈനാൻഷ്യൽ സിസ്റ്റംസ്, കപ്പൽ നിർമ്മാണം തുടങ്ങിയവയ്ക്കൊന്നും തന്നെ ദീർഘകാല സാമ്പത്തിക വളർച്ചയെ നിലനിർത്താൻ കഴിയുന്ന രീതിയിൽ കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇതിന് കാരണമായി മൊക്കൈർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആശയങ്ങൾ ചില സമൂഹത്തിനിടയിൽ ഒതുങ്ങിക്കൂടിയതും അതുകൊണ്ട് തന്നെ ഇവയ്ക്കൊന്നും കൂടുതൽ പരിണാമം സംഭവിക്കുകയോ മറ്റാശയങ്ങളുമായി കൂടിച്ചേരുവാനോ കഴിഞ്ഞില്ല എന്നതുമാണ്. എന്നാൽ ബ്രിട്ടൻ്റെയും സ്വീഡൻ്റെയും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള സാമ്പത്തിക വളർച്ച അതിശയിപ്പിക്കുന്നതാണ്. 1760 മുതൽ 1840 വരെ ഉണ്ടായ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ സ്റ്റീം എഞ്ചിൻ എന്ന കണ്ടെത്തലിനെ ഉപയോഗിച്ച് റെയിൽവേയും ഫാക്ടറികളും സ്റ്റീം ബോട്ടുകളും മൈനുകളും പ്രവർത്തിച്ചു. സ്പിന്നിംഗ് ജെന്നിയെ ഉപയോഗിച്ച് വലിയ തോതിൽ വസ്ത്രനിർമ്മാണത്തിനായി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികൾ ആരംഭിച്ചു. കൽക്കരിയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന കോക്ക് ഉപയോഗിച്ചുള്ള അയൺ സ്മെൽറ്റിംഗ് മെത്തേഡ് പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും റെയിൽ ട്രാക്കുകളുടെയും മെഷീൻ പാർട്ടുകളുടെയും നിർമ്മാണം വർദ്ധിപ്പിച്ചു. 1870 മുതൽ 1914 വരെ നടന്ന സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ 3 ഫേസ് AC ജനറേറ്റർ കണ്ടെത്തിയതോടുകൂടി ഇലക്ട്രിക് മോട്ടോറുകളും പവർ ഗ്രിഡുകളും ഹൗസ് ഹോൾഡ് പവർ സപ്ലൈകളും ഉണ്ടായി. ടെലിഫോണും ടെലിഗ്രാഫിയും കണ്ടെത്തിയത് ദീർഘദൂര ആശയവിനിമയവും അതിലൂടെ ബിസിനസ് കോർഡിനേഷനും വരെ സാധ്യമാക്കി. കെമിക്കൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായി മരുന്നുൽപാദനവും കാർഷിക മേഖലയും മെച്ചപ്പെട്ടു. 1950 മുതൽ 2000 വരെ നടന്ന തേർഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായ ട്രാൻസിസ്റ്ററുകളും മൈക്രോ പ്രോസസ്സറുകളും കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങളുടെ വളർച്ചയെ സഹായിച്ചു. ഇൻ്റർനെറ്റും നെറ്റ്വർക്കിങ്ങും ഗ്ലോബൽ കമ്മ്യൂണിക്കേഷനെയും ഓൺലൈൻ എഡ്യൂക്കേഷനെയും മുന്നോട്ട് കൊണ്ടുവന്നു. ന്യൂക്ലിയർ എനർജിയിലെ കണ്ടെത്തലുകൾ ഇലക്ട്രിസിറ്റി ജനറേഷനെയും സബ്മറൈനുകളുടെയും റേഡിയേഷൻ തെറാപ്പി ഉപയോഗിച്ചുള്ള മെഡിക്കൽ ഫീൽഡിലെയും വളർച്ചയിൽ മാറ്റം വരുത്തി. 2000 മുതൽ നടക്കുന്ന ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, റിന്യൂവബിൾ എനർജി ടെക്നോളജി, 3D പ്രിൻറ്റിംഗ്, ബയോടെക്നോളജി തുടങ്ങിയവ മറ്റ് ഫീൽഡുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിഫലനങ്ങൾ അനവധിയാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച എന്നത് ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയും ഒരുപാട് മാറ്റിയിട്ടുണ്ട്. സാമ്പത്തിക ചരിത്രം അടിസ്ഥാനമാക്കി ജോയൽ മൊക്കൈർ നടത്തിയ റിസർച്ചുകളിൽ അദ്ദേഹം പറയുന്നത് യൂസ്ഫുൾ നോളജ് അഥവാ ഉപയോഗപ്രദമായ അറിവിൻ്റെ തുടർച്ചയായ ഒഴുക്കാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ദീർഘകാലത്തേക്ക് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഈ യൂസ്ഫുൾ നോളജിന് 2 ഭാഗങ്ങളുണ്ട്. പ്രമേയ രൂപത്തിലുള്ള അറിവ് അഥവാ പ്രൊപ്പോസിഷണൽ നോളജും നിർദ്ദേശാത്മകമായ അറിവ് അഥവാ പ്രിസ്ക്രിപ്റ്റീവ് നോളജും. പ്രൊപ്പോസിഷണൽ നോളജ് എന്നാൽ ഒരു കാര്യം എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള തിയററ്റിക്കൽ വിശദീകരണമാണ്, അതായത് സയൻറ്റിഫിക് നിയമങ്ങളും പ്രിൻസിപ്പിളുകളും. പ്രിസ്ക്രിപ്റ്റീവ് നോളജ് എന്നാൽ ഒരു കാര്യം പ്രവർത്തിക്കാൻ ആവശ്യമായ പ്രായോഗിക നിർദ്ദേശങ്ങളാണ്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടെക്നിക്കുകളും ഡിസൈനുകളും. മൊക്കൈർ പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുൻപുണ്ടായിരുന്ന അറിവ് ഒരു പ്രവൃത്തി എങ്ങനെയൊക്കെയോ നടക്കുന്നു എന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു. അതെന്തുകൊണ്ട് നടക്കുന്നു എന്നത് അറിവില്ലായിരുന്നു. അതായത് പ്രിസ്ക്രിപ്റ്റീവ് നോളജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രിസ്ക്രിപ്റ്റീവ് നോളജിൻ്റെ റെഫറൻസോടെ ആയിരുന്നില്ല തിയററ്റിക്കൽ സയൻസും നാച്ചുറൽ ഫിലോസഫിയും ഉൾപ്പെട്ടിരുന്ന പ്രൊപ്പോസിഷണൽ നോളജ് കടന്നു വന്നത്. ആളുകളുടെ കണ്ടെത്തലുകൾ പലപ്പോഴും അന്ധമായിട്ടായിരുന്നു, മിക്കപ്പോഴും ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് തന്നെ അസാധ്യമായ ആശയങ്ങളുടെ പുറകെയും തെറ്റായ മാർഗങ്ങളുടെ പുറകെയും ആളുകൾ സഞ്ചരിച്ചിരുന്നു. അതിനുദാഹരണങ്ങളാണ് മറ്റ് ലോഹങ്ങളിൽ നിന്നും സ്വർണം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങളും യാതൊരു ഊർജവും നൽകാതെ എക്കാലവും പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളുമൊക്കെ. 16-17 നൂറ്റാണ്ടിൽ നടന്ന സയൻറ്റിഫിക് റവല്യൂഷൻ പ്രധാനമായും പ്രൊപ്പോസിഷണൽ നോളജിൻ്റെയും പ്രിസ്ക്രിപ്റ്റീവ് നോളജിൻ്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ഇതാണ് ആദ്യ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് നയിച്ചത്. പുതിയ ആശയങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ സാങ്കേതിക പ്രായോഗിക അറിവിനോടൊപ്പം ആ ആശയവുമായി ബന്ധപ്പെട്ട വ്യാപാര സംബന്ധമായ അറിവും അത്യാവശ്യമായിരുന്നു.
സാമ്പത്തിക വളർച്ച ആരംഭിച്ചതും നിലനിന്നതും ബ്രിട്ടനിലായതിന് കാരണം തിയറികളായി എഴുതപ്പെട്ടിരുന്ന ആശയങ്ങളെ വാണിജ്യപരമായി പ്രാധാന്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള തൊഴിലാളികളും എഞ്ചിനീയർമാരും അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണെന്ന് കൂടി മൊക്കെയർ പറയുന്നു. മൊക്കെയർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമെന്നത് മാറ്റങ്ങളെ അംഗീകരിക്കാൻ കഴിയുന്ന സമൂഹത്തിൽ മാത്രമേ സാമ്പത്തികമായ വളർച്ച നിലനിൽക്കൂ എന്നതുകൂടിയാണ്. പുതിയ കണ്ടെത്തലുകൾ ചിലപ്പോൾ പഴയ ടെക്നോളജിയെ പൂർണ്ണമായും ഇല്ലാതാക്കി കടന്നു വരുന്നത് സമൂഹം അംഗീകരിച്ചേ മതിയാവൂ. പഴയ ടെക്നോളജിയിൽ അടിയുറച്ചു നിൽക്കുന്ന സംഘങ്ങളുടെ കുത്തക അവകാശം നഷ്ടപ്പെടും എന്നുള്ള ചിന്തയിൽ പുതിയ ആശയങ്ങളെ എതിർക്കുന്ന സമൂഹത്തിൽ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാവും. ചരിത്രപരമായ വസ്തുതകളിൽ നിന്നും സാമ്പത്തിക വളർച്ചയെ നിലനിർത്തുന്നതിനാവശ്യമായ ഘടകങ്ങൾ കണ്ടെത്തുകയാണ് ജോയൽ മൊക്കെയർ ചെയ്തത്. എന്നാൽ മോഡേൺ ഡാറ്റ ഉപയോഗിച്ച് സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കുന്ന ശാസ്ത്ര സാങ്കേതിക പുരോഗതിയെ ഒരു ഗണിത സാമ്പത്തിക മാതൃക ഉപയോഗിച്ച് വിശദീകരിക്കുകയാണ് ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ് ചേർന്ന് ചെയ്തത്. ബ്രിട്ടനിലെയും സ്വീഡനിലെയും സാമ്പത്തിക വളർച്ച സ്ഥിരതയോടെ മുന്നേറുന്നതാണ്. അമേരിക്കയിൽ ഓരോ വർഷവും 10% കമ്പനികൾ ബിസിനസ്സിൽ നിന്ന് പുറത്താവുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് അത്രയും തന്നെ പുതിയതായി ബിസിനസ് തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇനി നിലനിൽക്കുന്ന ബിസിനസ്സുകളിലാണെങ്കിൽ തന്നെ ഓരോ വർഷവും ഒരുപാട് ജോലികൾ സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട്, അതോടൊപ്പം ഇല്ലാതാവുന്നുമുണ്ട്. മറ്റു രാജ്യങ്ങളിലേതായി താരതമ്യം ചെയ്യുമ്പോൾ എണ്ണത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഈ ഡാറ്റയുടെ പാറ്റേൺ ഏതാണ്ട് ഒരുപോലെയാണ്. കമ്പനികളും ജോലികളും ഇല്ലാതാവുകയും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനമാണ് സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന കാരണം എന്നതാണ് അഗിയോൺ ഹോവിറ്റ് മോഡൽ. ഈ പ്രവർത്തനത്തെ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. ഇതിന് ഉദാഹരണങ്ങളാണ് കുതിരവണ്ടികൾക്ക് പകരം സ്റ്റീം എഞ്ചിൻ വന്നതും ടൈപ്പ് റൈറ്ററുകൾക്ക് പകരം കമ്പ്യൂട്ടർ വന്നതുമൊക്കെ. ഒരു കമ്പനി മെച്ചപ്പെട്ട ഒരു പ്രൊഡക്റ്റിനെയോ കൂടുതൽ കാര്യക്ഷമമായ ഒരു പ്രൊഡക്ഷൻ മെത്തേഡിനെയോ കൊണ്ടുവരുമ്പോൾ അവർക്ക് മാർക്കറ്റിൽ ലീഡർ ആവാൻ കഴിയും. ഇത് മറ്റ് കമ്പനികളെ അവരുടെ പ്രൊഡക്റ്റിനെയും പ്രൊഡക്ഷൻ മെത്തേഡിനെയും ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായ ഒരു വഴി കൂടിയാണ് തെളിയിക്കുന്നത്. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന ആശയം ആദ്യമായി മുൻപോട്ട് വെച്ചത് ഓസ്ട്രിയൻ എക്കണോമിസ്റ്റ് ജോസഫ് ഷംപെറ്റർ ആയിരുന്നെങ്കിലും കൃത്യമായൊരു മാത്തമാറ്റിക്കൽ മാക്രോ എക്കണോമിക് മോഡൽ 1992 അഗിയോണും ഹോവിറ്റുമാണ് കൊണ്ടുവന്നത്. അഗിയോൺ ഹോവിറ്റിൻ്റെ മോഡലിൽ നൂതന ആശയങ്ങൾക്കനുസരിച്ചുള്ള സാമ്പത്തിക വളർച്ച റിയൽ ഡാറ്റ ഉപയോഗിച്ച് വിശദീകരിക്കുക, പഴയ ഇൻഡസ്ട്രികളുടെ തകർച്ചയും പുതിയ ഇൻഡസ്ട്രികളുടെ ജനനവും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ സന്തുലിതാവസ്ഥ വിശദീകരിക്കുക എന്നിവയാണ് ചെയ്തത്. ഇവരുടെ മാത്തമാറ്റിക്കൽ മോഡലിൽ പറയുന്നത് ഏറ്റവും മികച്ച നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യയുള്ള കമ്പനികൾ അവരുടെ ഉൽപ്പന്നത്തിന് പേറ്റന്റ് സ്വന്തമാക്കുമ്പോൾ ആ ഉൽപ്പന്നത്തിന് മാർക്കറ്റിൽ നിന്നും നിർമ്മാണ ചെലവിനേക്കാൾ കൂടുതൽ പണം വാങ്ങി ലാഭമുണ്ടാക്കി എക്കോണമിയിൽ ഒരു മോണോപ്പൊളി നിലനിർത്താൻ കഴിയും. ഇത്തരം കമ്പനികൾക്ക് കൂടുതൽ ഉയരങ്ങളിലെത്താനും കഴിയും. ഒരു സെക്ടറിൽ നടക്കുന്ന വലിയ മത്സരങ്ങളിൽ നിന്നും ഈ കമ്പനികളെ സംരക്ഷിച്ച് നിർത്തുന്നത് അവരുടെ ആശയത്തിന് മുകളിലുള്ള പേറ്റൻ്റാണ്. വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമായിട്ടാണെങ്കിലും ഈ ഒരു മോണോപ്പൊളിയിൽ നിന്നുകൊണ്ടുള്ള സാമ്പത്തിക ലാഭം കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രാപ്തരാക്കും. കൂടുതൽ R&D പ്രവർത്തനങ്ങൾ നടന്നാൽ പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശരാശരി സമയം കുറവായിരിക്കും. നേടിയ നൂതനമായ ആശയങ്ങൾ കൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് വീണ്ടും എത്താനും കഴിയും. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഇതെല്ലാം ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനെയും എക്കണോമിക് ഗ്രോത്തിനെയും വേഗത്തിലാക്കുന്ന പ്രവർത്തനങ്ങളാണ്. അഗിയോൺ ഹോവിറ്റ് മോഡലിൽ R&Dയുടെ ഏറ്റവും അനുകൂലമായ വളർച്ച എത്രത്തോളമാണ് വേണ്ടത്, അതിൽ നിന്നും ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ച, അതോടൊപ്പം രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാത്ത കമ്പോള വളർച്ചയുടെ നിലനിൽപ്പ് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയത്. നൂതനമായ ഒരു ആശയം അഥവാ ഇന്നോവേഷനെക്കുറിച്ചുള്ള വ്യത്യസ്ത ദിശയിൽ പോകുന്ന രണ്ട് പ്രവർത്തന രീതികൾ അല്ലെങ്കിൽ രണ്ട് ഫോഴ്സസിനെയാണ് ഈ മോഡൽ മുൻപോട്ട് വെച്ചത്. ഇന്നോവേഷൻ എപ്പോഴും നല്ലതാണ്, പക്ഷേ അതിന് കൃത്യമായ ഒരു അളവുണ്ട്. അതിൽ കുറഞ്ഞാലും അതിൽ കൂടിയാലും സാമ്പത്തിക വളർച്ചയെ വിപരീതമായി ബാധിക്കും. ഇതിൽ ആദ്യത്തെ ഫോഴ്സ് എന്നത് ഇന്നോവേഷൻ എല്ലാവരെയും സഹായിക്കുമെന്നുള്ളതാണ്. പുതിയൊരു ആശയം കണ്ടെത്തുന്ന ഒരു കമ്പനി തുടക്കത്തിൽ അതിൽ നിന്നും നല്ല ലാഭം ഉണ്ടാക്കുമെങ്കിലും അധിക കാലവും പിടിച്ചു നിൽക്കില്ല എന്നവർക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം അവരുടേതിനേക്കാൾ മികച്ചൊരു പതിപ്പ് മറ്റാരെങ്കിലും കൊണ്ടുവന്നേക്കാം. ഈ ഒരു ഭയമുള്ളത് കൊണ്ട് തന്നെ പല കമ്പനികളും പുതിയ ആശയങ്ങൾക്ക് വേണ്ടി R&Dയിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. പകരം അവരുടെ കമ്പനിക്ക് കിട്ടുന്ന ലാഭം നിലനിർത്താൻ മാത്രം ആവശ്യമായി ഇൻവെസ്റ്റ് ചെയ്യൂ. മൊത്തത്തിലുള്ള സാമൂഹിക വളർച്ചയ്ക്ക് ആവശ്യമായൊരു മാറ്റത്തിലേക്കുള്ള R&D ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയേയില്ല. ഇത്തരത്തിലുള്ള പുതിയൊരു ആശയം വരുന്നത് സമൂഹത്തിന് പൊതുവെ ലാഭമാണ്. കാരണം ഈ വിഷയത്തെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ പല ഭാഗങ്ങളിൽ നിന്നും വരും. ഇതിനെ നോളജ് സ്പിൽ ഓവർ എന്നാണ് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം ഇലക്ട്രിക് മോട്ടറാണ്. മോട്ടറുകൾ വിറ്റ് കമ്പനികൾ ലാഭം ഉണ്ടാക്കുമ്പോൾ ഇതേ ആശയം ഉപയോഗിച്ച് ട്രെയിനുകളും ഫാനുകളും റോബോട്ടുകളും വാഷിംഗ് മെഷീനും ഉൾപ്പെടുന്ന ഒട്ടനവധി ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. അവയിൽ നിന്നുള്ള ലാഭമൊന്നും ഇലക്ട്രിക് മോട്ടർ ഉണ്ടാക്കുന്ന കമ്പനിക്ക് ലഭിക്കില്ല.
അതുകൊണ്ട് തന്നെ കമ്പനി തങ്ങളുടെ ലാഭം നിലനിർത്താൻ ആവശ്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ R&Dയിൽ നടത്തൂ. കമ്പനി ഇതിൽ അണ്ടർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനും സൊസൈറ്റിക്കും R&Dയെ സപ്പോർട്ട് ചെയ്യാനുള്ള അവസരവും ഒരുങ്ങും. രണ്ടാമത്തെ ഫോഴ്സ് എന്നത് പഴയ കമ്പനിയെ പുതിയൊരു കമ്പനി പൂർണ്ണമായും തകർക്കുന്നതാണ്. ഇവിടെ പുതിയ കമ്പനിയുടെ നൂതന ആശയം പഴയ കമ്പനിയുടേതിനേക്കാൾ നേരിയ വ്യത്യാസമേ കാണുകയുള്ളൂ. പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന കമ്പനിയുടെ ലാഭം വളരെ വലുതായിരിക്കും. ഇതിനെ ബിസിനസ് സ്റ്റീലിംഗ് എന്നാണ് പറയുന്നത്. സമൂഹത്തിന് ഇതിലൂടെ വലിയ സാമ്പത്തിക മെച്ചം ഒന്നും ഉണ്ടാവുകയുമില്ല, പക്ഷെ കമ്പനിക്ക് വലിയ ലാഭമായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുമായിരിക്കും. ഓരോ വർഷവും നടക്കുന്ന സ്മാർട്ട് ഫോൺ അപ്ഡേറ്റുകൾ ഇതിനൊരു ഉദാഹരണമാണ്. കമ്പനികൾ ഓവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിന് ഇത്തരം കമ്പനികളുടെ വളർച്ചയിൽ നിന്ന് കാര്യമായ നേട്ടം ലഭിക്കുകയുമില്ല. മാർക്കറ്റിനനുസരിച്ച് ഇതിലേത് ഫോഴ്സാണ് മുന്നിട്ട് നിൽക്കുക എന്നതിനെ തീരുമാനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും അഗിയോൺ ഹോവിറ്റ് മോഡലിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു മോഡൽ പുതിയ ഗവേഷണ മേഖലകൾക്ക് വരെ വാതിൽ തുറന്നു. ഒരു പർട്ടിക്കുലർ സെക്ടറിലെ എത്ര കമ്പനികളാണ് കോമ്പറ്റീഷനിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നതനുസരിച്ചുള്ള മാർക്കറ്റ് കോൺസെൻട്രേഷൻ ലെവലുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ, സ്റ്റാർട്ടപ്പ് കമ്പനികൾ സമൂലമായ മാറ്റങ്ങളിലൂന്നിയ ആശയങ്ങൾ കൊണ്ടുവരുമ്പോൾ ബിഗ് ഫേംസ് ക്രമാനുഗതമായ മാറ്റങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ ആൻഡ് ഇന്നോവേഷൻ ഡൈനാമിക്സ് പഠനങ്ങൾ, സാങ്കേതികതയുടെ വളർച്ച മൂലം സ്കിൽഡും അൺസ്കിൽഡുമായ തൊഴിലാളികൾക്കിടയിലെ വരുമാനത്തിൻ്റെ വലിയ അന്തരത്തെക്കുറിച്ചുള്ള ഇനീക്വാളിറ്റി ആൻഡ് ഇന്നോവേഷൻ പഠനങ്ങൾ, ദീർഘകാല സാങ്കേതികത നിലനിർത്താൻ ഗവേഷകരെ വളർത്തേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്ന എൻഡോജീനസ് ഗ്രോത്ത് ആൻഡ് എഡ്യൂക്കേഷൻ പഠനങ്ങൾ എന്നിങ്ങനെ റിസർച്ച് മേഖലയെ മറ്റു മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ഒരുപാട് സാധ്യതകൾക്ക് വഴിവെച്ചു. ചില കമ്പനികളും അവരുടെ സാങ്കേതികതയും ഒരുപാട് മുന്നിട്ട് നിൽക്കുന്നത് ചില സെക്ടറുകളിലെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചതും അഗിയോൺ ഹോവിറ്റ് മോഡൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നോവേഷൻ ഒരേ സമയം ഉണ്ടാക്കുന്നത് ജയവും തോൽവിയുമാണ്. ഇത് കമ്പനികളെ മാത്രമല്ല ബാധിക്കുന്നത്, തൊഴിലാളികളെയുമാണ്. ത്വരിതഗതിയിലുള്ള ഗവേഷണങ്ങൾ വളരെ വേഗത്തിൽ നൂതന ആശയങ്ങളെ കൊണ്ടുവരുമ്പോൾ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ നടക്കുന്നതും വളരെ വേഗത്തിലായിരിക്കും. ഇത് ഒരുപാട് ജോലികളെ ഇല്ലാതാക്കുകയും അതോടൊപ്പം തൊഴിലില്ലായ്മ രൂക്ഷമാക്കുകയും ചെയ്യും. പുതിയ കണ്ടെത്തലുകൾ വരുമ്പോൾ കമ്പനികൾ തൊഴിലാളികളെ നിയമിക്കുന്നത് എത്രത്തോളം ഫ്ലെക്സിബിൾ ആവുന്നുവോ അതുപോലെ തന്നെ നിലവിലെ തൊഴിലാളികളെ കൂടുതൽ കാര്യക്ഷമമായ പരിശീലനങ്ങൾ നൽകി അവരുടെ ജോലിയുടെ സെക്യൂരിറ്റി ഉറപ്പാക്കുന്നതും അനിവാര്യമാണ്. അതായത് സാങ്കേതിക വിദ്യ കൊണ്ടുണ്ടാകുന്ന മാറ്റം ഒരേ സമയം സാമൂഹികമായി അംഗീകരിക്കപ്പെടുകയും അതോടൊപ്പം സാമ്പത്തികമായി നിലനിൽക്കുന്നതുമാവണം. ഇതിനെ ഫ്ലെക്സിക്യൂരിറ്റി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മൊക്കൈർ, അഗിയോൺ ഹോവിറ്റ് ഇവരുടെ കണ്ടെത്തലുകൾ സാങ്കേതിക വിദഗ്ധർക്കും സംരംഭകർക്കും നിലനിൽക്കാൻ ആവശ്യമായ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചും വിശദമായി പറയുന്നുണ്ട്. അതുപോലെ ഒരു വ്യക്തിയുടെ മാതാപിതാക്കളുടെ വ്യക്തിത്വത്താൽ തൊഴിൽ തീരുമാനിക്കപ്പെടാത്ത സാമൂഹിക മാറ്റവും അതുമൂലം ഉണ്ടാകുന്ന വ്യക്തിപരമായതും സാമ്പത്തിക സാമൂഹിക വളർച്ചയും ഇവരുടെ പഠനങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ AI ഇന്നോവേഷൻസ് പോലും പ്രൊപ്പോസിഷണൽ നോളജും പ്രിസ്ക്രിപ്റ്റീവ് നോളജും തമ്മിലുള്ള ബന്ധവും അതിലൂടെ യൂസ്ഫുൾ നോളജിലേക്കുമുള്ള വേഗത കൂട്ടുമെന്നും പഠനങ്ങൾ പറയുന്നു. തുടക്കത്തിൽ ഇന്നോവേഷൻസിന് നെഗറ്റീവ് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമെങ്കിലും അതെല്ലാം ഒരു ലോങ് റണ്ണിൽ മാനുഷിക ഉന്നമനത്തിന് വേണ്ടിയായി മാറും. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത സമൂഹം തിരിച്ചറിയേണ്ടതാണ്. മനുഷ്യൻ്റെ ചരിത്രത്തിൽ സാമ്പത്തിക വളർച്ച അഥവാ എക്കണോമിക് ഗ്രോത്ത് എന്നതിനേക്കാൾ സാമ്പത്തിക സ്തംഭനം അഥവാ എക്കണോമിക് സ്റ്റാഗ്നേഷനാണ് കൂടുതലായും സംഭവിച്ചിട്ടുള്ളത്. വ്യാപാര കമ്പോളത്തിൽ ചില കമ്പനികൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അക്കാഡമിക് സ്വാതന്ത്ര്യത്തിനു മേലുള്ള നിയന്ത്രണങ്ങൾ, ആഗോളതലത്തേക്കാൾ പ്രാദേശിക തലത്തിൽ അറിവ് വികസിപ്പിക്കൽ, ഇതൊക്കെ സാമ്പത്തിക വളർച്ചയ്ക്കെതിരെ നിൽക്കുന്ന ഘടകങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് സമൂഹം പ്രതികരിക്കുക എന്നതുകൂടിയാണ് മൊക്കൈർ, അഗിയോൺ ഹോവിറ്റ് എന്നിവരുടെ പഠനങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നത്. 2025 എക്കണോമിക് സയൻസസിലെ നോബൽ മെമ്മോറിയൽ പ്രൈസിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് നൽകുവാൻ ഉദ്ദേശിച്ചത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കൂ. കൂടുതൽ സയൻസ് വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.